എത്രയോ ദിനങ്ങളായി വിശന്നു വലയുന്ന ഒരു ഭക്തന് ധനാഢ്യനായ ഒരാൾ ഒരു പാത്രം നിറയെ സ്വാദിഷ്ടമായ പാൽപ്പായസം നൽകുന്നു. ഭക്തനത് ആർത്തിയോടെ കുടിക്കാൻ ഉയർത്തിയതും മുകളിൽ നിന്ന് ഒരു നാളികേരം വന്ന് പതിച്ച് പായസം മുഴുവൻ നിലത്ത് ചെളിയിൽ തൂവിപ്പോകുന്നു. ഇതിൽ നിന്നും ദേവി എന്തു മനസ്സിലാക്കുന്നു? ആ പാൽപ്പായസം കഴിക്കാൻ ആ ഭക്തന് വിധിയില്ല, യോഗമില്ല. അത് അയാൾക്ക് ഒരിക്കലും വിധിക്കപ്പെട്ടതല്ല എന്ന് സാരം. അതുപോലെ ദിനമണിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വച്ച് നീട്ടിയാലും നാളികേരത്തിന്റെ രൂപത്തിലല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിബന്ധം വന്ന് തട്ടിത്തെറിപ്പിച്ചിരിക്കും. വൃഥ വരവും സൗഭാഗ്യവും വച്ച് നീട്ടണോ ദേവി? എന്നാലും ദേവ, നമ്മുടെ മനസ്സിൽ അങ്കുരിച്ച ഒരാഗ്രഹം. അങ്ങനെയാകട്ടെ. നമുക്കുടനെ വേഷപ്രച്ഛന്നരായി ഭൂലോകത്ത് പോയി ദിനമണിയെ കാണാം. വേണ്ടുവോളം ധനം വച്ച് നീട്ടാം. സംഭവിക്കുന്നത് എന്താണെന്ന് ദേവിയെ ബോധ്യപ്പെടുത്താം. അങ്ങനെയാകട്ടെ ദേവ. ഇന്നാകെ വീണത് 2 നാണയങ്ങൾ മാത്രം. തൃക്കടയിരപ്പ ഭഗവാനെ, ഭിക്ഷക്കാരനെ നാട്ടുകാരും ഭക്തജനങ്ങളും അവഗണിക്കുകയാണോ? ഭക്തജനങ്ങളെ, ശിവഭക്തനായ അടിയനെ കൈവെടിയരുതേ. ഭിക്ഷ തരണേ, എന്തെങ്കിലും നൽകണേ. എന്താണ് പതിവിന് വിപരീതമായ ആൾക്കാർ പണമിടാത്തത്? മനസ്സിലാകുന്നുണ്ട്. എനിക്കാണെങ്കിൽ പറയത്തക്ക അംഗവൈകല്യങ്ങളൊന്നുമില്ല, നല്ല ആരോഗ്യവും. എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചൂടെന്ന് ഒരു സഹോദരി ചോദിച്ചതും ഓർക്കുന്നു. അംഗവൈകല്യം അഭിനയിക്കുക തന്നെ. കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ സാധുവിനെ മറ്റൊരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ നിർവാഹമില്ലേ? ദാനം തരണേ. ഒരു നാണയവും ഒത്തിരി പ്രാർത്ഥനയും ഈ സാധുവിന് നൽകണേ. കണ്ടില്ലേ ആ സാധുവിന്റെ അവസ്ഥ? ദയവായി അങ്ങ് ആ ഭക്തന് വരവും ധനങ്ങളും നൽകി അനുഗ്രഹിക്കുക. ആരും കൈവിടരുത്. ജന്മന അന്ധനായ കാഴ്ചശക്തി ഇല്ലാത്തവനാണ്. കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ സാധുവിന് ആരെങ്കിലും എന്തെങ്കിലും തരണേ. ദേവി, നാം പറഞ്ഞില്ലേ, അയാൾക്ക് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഒന്നും സ്വീകരിക്കാൻ അയാൾക്ക് യോഗവുമില്ല. ദേവ, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. അനുഭവിക്കാൻ യോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ. ശരി, ദേവിയുടെ ഇംഗിതം പോലെ. എന്താ ദേവി, ഭിക്ഷക്കാരനായ ഭക്തന് ഇത്രയുമൊക്കെ നൽകിയാൽ പോരെ? മതി, ധാരാളം മതി. കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ സാധുവിനെ മറ്റൊരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ നിർവാഹമില്ലേ? ദാനം തരണേ. ഒരു നാണയവും ഒത്തിരി പ്രാർത്ഥനയും ഈ സാധുവിന് നൽകണേ. ആരെങ്കിലും എന്തെങ്കിലും തരണേ. കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ അന്ധനെ എന്തെങ്കിലും തന്ന് സഹായിക്കണേ. എന്തെങ്കിലും തന്ന് സഹായിക്കണേ. മറ്റൊരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ കഴിയില്ലേ? എന്നെ കൈവിടരുതേ.
കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ ശിവഭക്തനെ എന്തെങ്കിലും തന്ന് സഹായിക്കണേ. കണ്ണുകൾ കാണാൻ പാടില്ലാത്ത ഈ കുരുടന് യാതൊരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ കഴിയില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും തരണേ. ഒരു നാണയം ഭഗവാന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു നാണയം ഈ അന്ധനും കൂടെ തന്ന് സഹായിക്കണേ. ഭഗവാനെ, എല്ലാവിധ പുണ്യവും നിങ്ങൾക്ക് ലഭിക്കും. ഈ അന്ധനെ സഹായിക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഭഗവാനെ, കാത്തുകൊള്ളണേ, എന്തെങ്കിലും തരണേ. ഇനി ഇതിനേക്കാൾ വിലപിടിപ്പുള്ള നിധി കൊണ്ടുവച്ചാലും അയാൾക്ക് കണ്ണു തുറക്കാൻ തോന്നില്ല, എടുത്ത് അനുഭവിക്കാൻ യോഗവുമില്ല. ദിനമണിക്ക് ഈ ജന്മം ഭിക്ഷയെടുത്ത് അഷ്ടി കഴിക്കാനാണ് യോഗമെന്നറിയുക. എന്തെങ്കിലും തന്ന് സഹായിക്കണേ. നാം ബോധവതിയായിരിക്കുന്നു ദേവ. ദിനമണിക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം തന്നെ അയാൾ അനുഭവിക്കട്ടെ. ഭൈരവി ചേച്ചി, ഞാൻ എന്തായി കാണുന്നേ? ഇതെന്ത് ക്രൂരതയായി പോയി. ഭൈരവി ചേച്ചിക്ക് ചാട്ടവാറുടെ ഏറ്റി വാങ്ങേണ്ടി വന്നു എന്ന് വായിക്കാൻ ഞാൻ അറിഞ്ഞത്. കേട്ടപ്പോ മനസ്സ് പൊടിഞ്ഞു പോയി. ഒരു സ്ത്രീയാണെന്ന് പരിഗണന പോലും ചേച്ചിക്ക് തന്നില്ലല്ലോ. പ്രജകളെ സ്നേഹിക്കുന്ന മഹാരാജാവാണ് പോലും കൂടം ക്രൂരൻ. അവളാ ഭർത്താവിന് പോലും വേണ്ടാതെ നടക്കുന്ന തല തിരിഞ്ഞ മീനാക്ഷി. അവളാ എന്നെ അമ്മാമ്മയും തല്ലിച്ചത്. മീനാക്ഷി വല്ലാതെ തഴക്കിയാണവൾ. തൽക്കാലം അവളോട് പരാജയം സമ്മതിച്ച് അടങ്ങിക്കഴിയാ ഞാൻ. അവൾ ചേച്ചിയെ കഴുതയെ പോലെ തല്ലിച്ചു എന്ന് കേട്ടപ്പോ പകയും പ്രതികാരവും വീണ്ടും തലപൊക്കുക. അവളെ തകർക്കാൻ നമുക്ക് ഒന്നിക്കണ്ടേ ഭൈരവി ചേച്ചി? ഒന്നിക്കണം. പ്രതികാരത്തിന്റെ തീയുമായി നടക്കുകയാ കരികാലൻ അമ്മാമ്മ. നമ്മൾ ത്രിമൂർത്തികൾ വീണ്ടും ഒന്നിക്കണം ശിവകാമി. അഴിഞ്ഞാടി നടക്കുന്ന അവളെ ഒരു പാഠം പഠിപ്പിക്കണം. നമുക്കൊന്നിക്കാം ഭൈരവി ചേച്ചി. മണിമേഖല ചേച്ചിയെയും ഒപ്പം കൂട്ടാൻ നമുക്ക്. നമ്മൾ ഒരുമിച്ച് നിന്ന മീനാക്ഷി എന്ന മഹാരാക്ഷസിയുടെ ചങ്കിലെ ചോര തെറിപ്പിച്ച് ഒടുക്കാൻ നമുക്കവളെ. ചേച്ചി ഒന്ന് സമാധാനിക്കേ. അങ്ങുന്നേ, മേലധികാരിയുടെ ശൗര്യം ബോധ്യപ്പെടുത്തേണ്ടവരെയൊക്കെ ബോധ്യപ്പെടുത്തി അങ്ങുന്നേ. ആ താന്തോന്നിയായ മീനാക്ഷിയുടെ നാവിനൽപ്പം നീളം കൂടുതലാ. എന്നാ പിന്നെ അവളുടെ നാവിന്റെ കുറച്ചു ഭാഗം അങ്ങ് അറുത്തെടുത്തുകൂടായിരുന്നോ? അതിന് നമ്മുടെ കൈ തരിച്ചു വന്നതാ. പക്ഷെ പെട്ടെന്നൊരു ആക്രമണം ബുദ്ധിയല്ല. അവൾ മഹാഭക്തയും പരമസുന്ദരിയുമല്ലേ. ഇപ്പോൾ മഹാരാജന് ഏറെ പ്രിയപ്പെട്ടവളും. രത്നഹാര സംഭവത്തോടെ മഹാരാജന്റെ മനസ്സിൽ നമുക്കെതിരെ ഒരു കല്ലിറങ്ങിയിരിക്കുകയാണ്. മീനാക്ഷിയെ തൊട്ടാൽ സ്ത്രീപീഡന വകുപ്പിൽ പിടിമുറുക്കി തിരുമനസ് നമ്മെ അകത്താക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്കിപ്പോ കാലം അനുകൂലമല്ല വളർമതി. തൽക്കാലം ഒതുങ്ങി കഴിയുകയേ നിവൃത്തിയുള്ളൂ. ഈ അങ്ങുന്നിന്റെ ഒരു കാര്യം ഒതുങ്ങണോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒതുങ്ങരുത് അങ്ങുന്നേ. മീനാക്ഷിയും കൂട്ടനെ പെരുവഴിയിൽ ഇറക്കാനുള്ള ഒരു ഉപാധി എന്റെ മനസ്സ് തെളിഞ്ഞിട്ടുണ്ട്. എന്താണത്? ബുദ്ധി ഉപദേശിക്കുന്നതിന് പണച്ചെലവുണ്ടങ്ങുന്നേ. നീ ആവശ്യപ്പെടുന്ന പണം തന്നേക്കാം. നിന്റെ ഉപാധി എന്തെന്ന് കേൾക്കട്ടെ. വസുമതിയുടെ കുടിലിലാണല്ലോ മീനാക്ഷിയും കൂട്ടനെ രാപ്പാർക്കുന്നത്. ഇത്തിരി പോന്ന കുടിലും പറമ്പും വസുമതിയുടെ പേരിലാണ്. എന്റെ അന്വേഷണത്തിൽ നിന്ന് അറിഞ്ഞതാ, വസുമതി വളരെ കാലമായിട്ട് ഭൂമിയുടെ കര ഒടുക്കിയിട്ടില്ല. വലിയൊരു തുക കരക്കുടിശ്ശികയുണ്ട്. അംശവധികാരിക്കാണല്ലോ കരംപിരിവിന്റെ ചുമതല. അങ്ങോന്ന് അംശവധികാരിയെ സ്വാധീനിച്ചാ മതി.
കരക്കുടിശ്ശിക വാങ്ങാൻ അംശാധികാരി സേവകന്മാരെ നിയോഗിക്കും. വലിയ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തെണ്ടിപ്പരിശകളുടെ എവിടുന്നാ പണം? അങ്ങനെ വരുമ്പം സേവകന്മാര് കൂടും കുടുക്കയൊക്കെ എടുത്ത് പുറത്തെറിയും. കുടിലും പറമ്പും കണ്ടുകെട്ടും. വസുമതിയും വള്ളിയും പുള്ളിയും ഒക്കെ പെരുവഴി ആധാരം. എങ്ങനുണ്ടങ്ങുന്നേ വളർമതിയുടെ ഉപാധി? സമ്മതിച്ചിരിക്കുന്നു, ശക്തമായ ഉപാധി. അംശം അധികാരിയെ പുഷ്പം പോലെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. നിയമം നടപ്പിലാക്കിയ അംശം അധികാരിയെ ആരും കുറ്റം പറയില്ല. അതിന് പിന്നിലുള്ള നമ്മുടെ പങ്കും ഒരു കാലവും വെളിപ്പെടാൻ പോകുന്നുമില്ല. എങ്കിൽ ഒതുങ്ങണോ എന്ന് പറയാതെ ഒപ്പിക്കണോ അങ്ങുന്നേ ഏടാകൂടം? ശരി, നാം ഉടനെ അംശം അധികാരിയെ കാണുന്നുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കി കുറിച്ച നായ്ക്കളൊക്കെ തെരുവിൽ അലഞ്ഞ് യാചിക്കുന്ന കാഴ്ച നമുക്ക് കൺകുളിർക്കെ കാണണം. കാണാങ്ങുന്നേ. പിന്നെ വളർമതിയുടെ തലച്ചോറ് പുകഞ്ഞതിന്റെ പ്രതിഫലം 10 പൊൻപണം. 10 ഉള്ളോ? എന്താ പോരെ? പോരും, മതി. പത്തെങ്കിൽ 10. പ്രണാമം അംശാധികാരി. പ്രണാമം. പ്രണാമം അങ്ങുന്നേ. പ്രണാമം. നാം കരികാലൻ, തൃക്കടയൂർ. മനസ്സിലായി, കൂടുതലൊന്നും പറയണ്ട. തൃക്കടയൂർ ക്ഷേത്ര മേലധികാരിയെ കുറിച്ച് നാം വളരെയധികം കേട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ക്ഷേത്ര മേലധികാരി മഹാരാജന് ഏറെ പ്രിയപ്പെട്ടവനാണെന്നും കേട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ആദരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇരിക്കാം. നിങ്ങൾ? ഞാൻ ഇദ്ദേഹത്തിന്റെ അനന്തരവളാണ്, ഭൈരവി. ആ, പരിചയപ്പെട്ടതിൽ ബഹു സന്തോഷം. തൃക്കടയൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തണമെന്ന് പല കുറി തീരുമാനിച്ചിട്ടുള്ളതാ. തിരക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞതുപോലെയാ ഇവിടുത്തെ കാര്യങ്ങൾ. കരത്തിന്റെയും കരക്കുടിശ്ശികയുടെയും പിരിവൊഴിഞ്ഞിട്ട് നേരവുമില്ല. കരക്കുടിശ്ശിക പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ അങ്ങ് ബഹു കണിശക്കാരനാണെന്ന് ഞങ്ങളും കേട്ടിട്ടുണ്ട്. ഓ, അംശാധികാരിയായി സ്ഥാനമേറ്റിട്ട് കാലം കുറയായി. നാളിതുവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടുമില്ല. കരക്കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ റാണി തിരുമനസ്സുകൊണ്ട് നമുക്കൊരു വിളിപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്, ചാണക്യനെന്ന്. ആ, ഒരു നികുതി കുടിശ്ശികയുടെ കാര്യം ബോധിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. നികുതി കുടിശ്ശികയോ? തൃക്കടയൂർ അമ്പലവും പറമ്പും മഹാരാജൻ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതാണല്ലോ. അമ്പലത്തിന്റെ കാര്യമല്ല, അമ്പലത്തിൽ നിന്നും 2 നാഴിക കിഴക്ക് ഭാഗത്തായി ഒരു കുടിലിൽ വസുമതി എന്നൊരു ഹീനജാതിക്കാരിയും അവളുടെ മകളും പാർക്കുന്നുണ്ട്. സംവത്സരങ്ങളായി അവർ നികുതി അടയ്ക്കുന്നില്ല. വലിയൊരു തുക കുടിശ്ശികയായിട്ടുണ്ടങ്ങുന്നേ. ക്ഷേത്രത്തിന് 2 നാഴിക കിഴക്ക് കുടിലിൽ പാർക്കുന്ന വസുമതി. ഓ, ഇപ്പൊ നമുക്ക് ഓർമ്മ വന്നു. അവിടെ നിന്നും അറിഞ്ഞുകൊണ്ട് നികുതി ഈടാക്കാത്തത് തന്നെയാ. അതെന്താ? ഈ വസുമതി പട്ടിണി പാവമാണ് ഭൈരവി. അവൾ പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലായപ്പോ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. ഒരു മകളുണ്ടെന്നറിയാം. അത്തരം ഇല്ലായ്മക്കാരിൽ നിന്നും നിർബന്ധിച്ച് നികുതി പിരിക്കരുതെന്ന് രാജകൽപ്പനയുണ്ട്. അങ്ങുന്നിന് ഇന്നത്തെ ആ കുടിലിലെ അവസ്ഥ അറിയില്ലല്ലോ. അന്യദേശക്കാരിയായ വള്ളിയമ്മ എന്നൊരു സ്ത്രീ അവളുടെ കുടിലിൽ വന്ന് താമസിക്കുന്നുണ്ട്. വലിയ ധനസ്ഥിതിക്കാരിയ വള്ളിയമ്മ. തൃക്കടയൂർ സ്വദേശിയായ ഒരു മീനാക്ഷിയും അവിടെയാണ് പാർക്കുന്നത്. അവളുടെ പക്കലും വേണ്ടുവോളം പണമുണ്ട്. ആ
പണമൊക്കെ അനുഭവിക്കുന്നത് വസുമതിയും മകളുമാണ്. മാത്രവുമല്ല, ഈ വള്ളിയമ്മയ്ക്കും മീനാക്ഷിക്കും ക്ഷേത്രത്തിൽ ഭസ്മവും കുങ്കുമവും പൂക്കളും വിൽക്കുന്ന പണിയുമുണ്ട്. ഓ, നല്ലൊരു വരുമാനം അങ്ങനെയും കുടിലെത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ അടുത്ത കാലത്തായി വസുമതിയുടെ പക്ഷാഘാത രോഗവും വിട്ടുമാറി. ഇപ്പൊ ചുറുചുറുക്കോടെ പണിയെടുത്ത് അവളും പണം സമ്പാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അതിന്ന് കുടിലല്ല, കൊട്ടാരമാണ് അങ്ങുന്നേ. അങ്ങനെ പണമുണ്ടെങ്കിൽ നാം ആവശ്യപ്പെടാതെ തന്നെ കാര്യാലയത്തിൽ കൊണ്ടുവന്ന് നികുതി ഒടുക്കേണ്ടത് അവരുടെ കടമയാണല്ലോ. ഒടുക്കില്ല. പണം കുന്നുകൂടിയപ്പോ ദൈവഭയം ഇല്ലാതായി. മഹാരാജാവിനെ പോലും ബഹുമാനമില്ലാതായി. ദേശത്ത് പുലരുന്ന ഒരു നിയമവും അനുസരിക്കാൻ പാടില്ലെന്നാണ് വള്ളിയമ്മയും മീനാക്ഷിയും അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ധിക്കാരി നികുതി അടയ്ക്കാൻ പോകുന്നില്ല. അനുവദിക്കില്ല. അംശാധികാരിയെ വെല്ലുവിളിച്ചിട്ട് ഒരു പ്രജയെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. കുടിശ്ശിക പണം മുഴുവനും ക്ഷണത്തിൽ ഒടുക്കിയില്ലെങ്കിൽ എല്ലാത്തിനെയും കുടിയിറക്കിയിരിക്കും. കുടിലും പറമ്പും കണ്ടുകെട്ടിയിരിക്കും. സൂത്രശാലികളെ 3 സ്ത്രീകളും പണമില്ലെന്നും പറഞ്ഞ് കരഞ്ഞു കാല് പിടിക്കും. പണം കൊടുക്കാൻ അവധിയും ചോദിക്കും. ഇല്ല, ഒരു സൗജന്യവും അനുവദിക്കില്ല. കുടിശ്ശിക പണം മുഴുവൻ തരാത്ത പക്ഷം തന്നിഷ്ടക്കാരികളെ തെരുവ് ദണ്ഡിച്ചിരിക്കും. നന്ദി. എന്നാൽ ഞങ്ങൾക്ക് വിടകൊള്ളാൻ. ശരി, പൊയ്ക്കോളെ. മീനാക്ഷിക്കും വള്ളിത്തള്ളയ്ക്കും കനിമൊഴിക്കുമൊക്കെ അധപതനം ഉണ്ടാകാൻ പോകുന്നു. വസുമതി എന്ന ഹീനജാതിക്കാരിയുടെ കുടിലല്ലേ അവളൊക്കെ കഴിയുന്നത്? അതെ. ആ കുടിലിനും പറമ്പിനും ഏറെക്കാലമായി വസുമതി കരമുടുക്കിയിട്ടില്ല. അംശമധികാരിയെ സ്വാധീനിച്ച് അമ്മാമ്മ നികുതി പ്രശ്നം കുത്തിപ്പൊക്കാൻ പോവുകയാണ്. ഏറെക്കാലമായി കരമുടിക്കില്ലെങ്കിൽ വലിയൊരു തുക കുടിശ്ശിക കാണുമല്ലോ. അതെ, ആ കുടിശ്ശിക ഒന്നോടെ അടച്ചു തീർക്കാൻ അധികാരി കൽപ്പിക്കും. തുക അടച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും അടിച്ചിറക്കിയിരിക്കും. അപ്പോ മീനാക്ഷിയും കൂട്ടരും തെരുവ് തിണ്ടുന്ന കാഴ്ച ഇനി നമുക്ക് കൺകുളിർക്കെ കാണാം. എല്ലാറ്റിനെയും തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെറിയിച്ച് ആ നാട്ടിൽ നിന്ന് തുരത്തണം. വരട്ടെ, അവർ തെരുവിലൊന്ന് ഇറങ്ങിക്കിട്ടട്ടെ. ഞാനും അമ്മാമ്മയും ചേർന്ന് പരിപാടികൾ പലതും ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ പരിപാടികൾ? അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. വാ. ഹിമാലയത്തിന്റെ താഴ്വാരത്ത് ശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന പാടമാണ് കേദാരം. കേദാരത്തിൽ കുടികൊള്ളുന്ന ശിവൻ കേദാരനാഥൻ എന്നറിയപ്പെടുന്നു. ഗൗരി എന്നുകൂടി പര്യായ ശബ്ദമുള്ള പാർവതി ദേവി കേദാരത്തിൽ അനുഷ്ഠിച്ച വ്രതമാണ് കേദാര ഗൗരി വ്രതം. പാർവതി ദേവി കേദാര ഗൗരി വ്രതം അനുഷ്ഠിച്ചതിന് പിന്നിലും ഒരു കഥയുണ്ടെന്നറിയുക. ഭൃംഗി മഹർഷിയുടെ കഥ. പ്രണാമം മഹാദേവ. മാമുനെ, അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാലും. മഹാദേവ, ദർശനം നടത്തി അനുഗ്രഹം നേടുക എന്ന ഉദ്ദേശ്യമേ ഭൃംഗിക്ക് എപ്പോഴുമുള്ളൂ. എങ്കിൽ അപ്രകാരം തന്നെ നടക്കട്ടെ.
ശിവായ. ഓം നമഃ 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 ശിവായ. ഹേ ഭൃംഗി മഹർഷേ, നമ്മെ വണങ്ങാതെ അവഗണിക്കുന്ന നിങ്ങൾ തികഞ്ഞ ഗർവിഷ്ഠനാണ്, ധിക്കാരിയാണ്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ ഒരു അസ്ഥികൂടമായി മാറട്ടെ. ഭഗവാനെ, ഇത്രയും നാൾ അങ്ങയെ ദർശിച്ചതിനും ഭജിച്ചതിനും നമുക്ക് കിട്ടിയ അനുഗ്രഹമാണോ ഈ രൂപം? ഭൃംഗി മാമുനെ, അങ്ങയ്ക്ക് ഊന്നി നടക്കാൻ നാം ഒരു വടി സമ്മാനിക്കുന്നു. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. അടിയൻ വിടകൊള്ളുന്നു ഭഗവാനെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.